56ാമത്തെ GST കൗൺസിൽ വളരെ മികച്ച ചില GST തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം 22 സെപ്റ്റംബർ തൊട്ടിട്ടാണ് നിയമം നിലവിൽ വരുന്നത്. അവർക്ക് സ്റ്റോക്ക് ഇപ്പോൾ ഓൾറെഡി 18% വാങ്ങിച്ച് ഉള്ള ആൾക്കാർ അതിൽ 5% കുറേ പ്രോഡക്ട്സ് മാറിയിട്ടുണ്ടാവും. 28% വാങ്ങിച്ചുള്ള പ്രോഡക്ട്സ് അത് കുറക്കെ 18 മാറിയിട്ടുണ്ടാവും. 12% സ്ലാബ് ഇല്ല. പിന്നെ 40% ലക്ഷറി ഐറ്റംസിനും ലോട്ടറി പോലുള്ള ഐറ്റംസിനാണ് 40% ഉള്ളത്. വളരെ കുറച്ച് ഐറ്റംസിനാണ് അതുള്ളൂ. ITC ലഭ്യത നോക്കാം. 22 സെപ്റ്റംബർ തൊട്ടിട്ടാണ് നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ഓൾറെഡി കുറേ ആൾക്കാരൊക്കെ 18% അവരുടെ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ 5% ആയിട്ടുണ്ടാവും. അതുപോലെ 28% വാങ്ങിച്ചിട്ടുണ്ടാവും. അത് 18% ആയിട്ടുണ്ടാവും. 12% സ്ലാബ് ഇല്ല. അപ്പോൾ ഈ കേസുകളിലൊന്നും ഇൻപുട്ട് നഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മൾ 18 വാങ്ങിച്ചത്, ഇപ്പോൾ അത് 5% വിൽക്കുന്നത്. കണ്ടീഷൻസ് ഉണ്ട് ചിലതിന്. അപ്പോൾ എന്നിരുന്നാലും ഇൻപുട്ട് നഷ്ടപ്പെടുന്നൊന്നുമില്ല. ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ട് തന്നെ വിൽക്കാവുന്നതാണ്. എന്നിരുന്നാൽ ചിലത് നിൽ റേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം മാപ്പ്, ചാർട്ട്സ്, ഗ്ലോബ്സ്, ഇറേസർ, അങ്ങനത്തെ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ നിൽ റേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് 22 തൊട്ട് അതിന് ശേഷം വിൽക്കുന്നതിന് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് റിവേഴ്സ് ചെയ്യേണ്ടി വരും. അതിൻ്റെ മാത്രം. ബാക്കിയുള്ളതിനൊക്കെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. എന്നാൽ ചില ഐറ്റംസ്, അതായത് ഇപ്പോൾ ഹോട്ടൽ അക്കോമഡേഷൻ 7500 രൂപ പെർ ഡേ പെർ റൂമിന് 12% GST. അത് ഇപ്പോൾ ഒന്നല്ലെങ്കിൽ 18% വിത്ത് ITC കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ വിത്തൗട്ട് ITC 5% ബില്ല് ചെയ്യാം. അതായത് 5% ബില്ല് ചെയ്യാം, ITC ഒന്നും എടുക്കാൻ പാടില്ല. ഫ്ലാറ്റ് 5% ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അങ്ങനെ ഈ ഒരു GST റേറ്റ് വളരെ മികച്ച ഒരു സേവിങ് ആണ് സാധാരണക്കാരുടെ ആയിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ കർഷകർക്ക് എല്ലാം മികച്ചൊരു സേവിങ് ലഭ്യമാവാൻ സഹായിക്കുന്നുണ്ട്. സാധാരണക്കാരെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഷാമ്പു ഒക്കെ ജനങ്ങളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതാണ്. ഷാമ്പു, ഹെയർ ഓയിലൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ തട്ടിലുള്ള ജനങ്ങളും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ്. ബട്ടർ തുടങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ എല്ലാം. അതെല്ലാം തന്നെ 12% ആയിരുന്നത് 5% കുറച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇൻകം ടാക്സിൽ അതിൻ്റെ ബെനിഫിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ സ്കീം വന്നപ്പോൾ. എന്നിരുന്നാൽ GST 18% എന്നുള്ളത് ഒരു ബർഡൻ തന്നെയായിരുന്നു. അപ്പോൾ ലൈഫ് ഇൻഷുറൻസിലൊക്കെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ചെയ്യണവർക്ക് മികച്ചൊരു സേവിങ് തന്നെ ആവും. 18% GST അവർക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കവറേജും കുറയും. ഇപ്പോൾ സാധാരണക്കാരെ എല്ലാ തട്ടിലുള്ള ആൾക്കാരും എടുക്കുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അത് ജനങ്ങൾക്ക് മികച്ചൊരു സേവിങ് അവിടെ കയ്യിൽ വരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ, മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ, അതുപോലത്തെ ഐറ്റംസിൻ്റെ ഒക്കെ വില 12% GST റേറ്റ് 12% 5% കുറച്ചിട്ടുണ്ട്. അതുപോലെ എഡ്യൂക്കേഷന് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മാപ്സ്, ചാർട്ട്സ്, ഗ്ലോബ്സ്, എറേസർ, എക്സസൈസ് ബുക്ക്, നോട്ട്സ് തുടങ്ങിയിട്ടുള്ളതിൻ്റെ ഒക്കെ പെൻസിൽസ്, അതിൻ്റെ ഒക്കെ 12% 5% എന്നത് നിൽ റേറ്റുകളിൽ മാറ്റിയിട്ടുണ്ട്. അഗ്രികൾച്ചർ ഇൻഡസ്ട്രീനെ സംബന്ധിച്ചോളം ട്രാക്ടേഴ്സ്, സ്പെസിഫിക് ബയോ പെസ്റ്റിസൈഡ്സ് തുടങ്ങിയിട്ടുള്ള അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി മെഷീൻസ്, അങ്ങനെ വലിയൊരു ലിസ്റ്റ് 12% 5% ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് നിൽ റേറ്റഡ് ആക്കാത്തതെന്ന് വെച്ചാൽ ഈ ട്രാക്ടേഴ്സ് ആയാലും മെഷീൻസ് ആയാലും അവർക്കൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ വലിയൊരു എമൗണ്ട് റോ മെറ്റീരിയൽസും അതിൻ്റെ GSTയും കൊടുക്കാനായിട്ട് ചിലവാകുന്നുണ്ട്. ഇപ്പോൾ അത് നിൽ റേറ്റഡ് ആകുകയാണെങ്കിൽ അവർക്ക് ഇൻപുട്ട് റിവേഴ്സ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കോസ്റ്റ് കർഷകർക്കാണ്, അല്ലെങ്കിൽ അതിലൂടെ സാധാരണക്കാർക്കാണ് കോസ്റ്റ് ട്രാൻസ്ഫർ ആവുന്നത്.
അപ്പോൾ ആ ഒരു ബർഡൻ ഒഴിവാക്കാനാണ് അതിൻ്റെ GST റേറ്റ് കുറച്ച് അത് തന്നെയാണ് ആ കോസ്റ്റ് എഫക്റ്റീവിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടും. കാർസ് അതിനൊക്കെ സംബന്ധിച്ചോളം വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. 28% ആയിരുന്നത് 18% മാറി. 1200 cc 4000 mm ലെങ്ത്തും താഴെയുള്ള ഇതിനൊക്കെ ഈ നിയമം ബാധകമാണ്. 3 വീലേഴ്സും എല്ലാം തന്നെ 28% 18% ആക്കി. അത് ലോറി പോലെയുള്ളതിനൊക്കെ 28% 18% ആക്കി. മോട്ടോർ സൈക്കിള് ബൈക്കുകളൊക്കെ 350 cc അതിന് താഴെയുള്ളതിനൊക്കെ 28% 18% ആക്കി മാറ്റി. അതിന് മുകളിലുള്ളതിനൊക്കെ പ്രൊഡക്ട്സിന് 40% എന്നുള്ളൊരു തത്വമാണ്. അതുപോലെ എയർ കണ്ടീഷണേഴ്സ്, ടെലിവിഷൻസ് ഇപ്പോൾ അതെല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതാണ്. സാധാരണക്കാരെല്ലാവരും തന്നെ എയർ കണ്ടീഷണർ, ടെലിവിഷൻ എല്ലാവരുടെയും വീട്ടിലുണ്ട്. അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 28% 18% ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ വീട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരുവിധപ്പെട്ട കുറേ സാധനങ്ങളുടെ മെറ്റീരിയൽസിൻ്റെ എല്ലാം തന്നെ GST റേറ്റ് കുറഞ്ഞിട്ടുണ്ട്.